Welcome back once again. So, banking chapter, accounting for banks video നമ്മൾ already upload ചെയ്തു. I hope you all have watched the same. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ആണെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പോയി നിങ്ങൾ അക്കൗണ്ടിങ് ഫോർ ബാങ്ക്സിൻ്റെ ചാപ്റ്റർ നിങ്ങൾ ഫിനിഷ് ചെയ്യുക. ദെൻ ഓൺലി കം ബാക്ക് ടു ദിസ് ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനി. സോ അക്കൗണ്ടിങ് ഫോർ ബാങ്ക്സ് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഈസി ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. പിന്നെ അവസാനം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രോബ്ലമൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ കുറച്ച് സ്പീഡൊക്കെ കൂടിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞായിരുന്നു. ഡോണ്ട് വറി, അതിലൊന്നും കാര്യമില്ല. ഞാൻ സ്പീഡ് കൂട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പ്രശ്നമുള്ള കേസല്ല. അപ്പോൾ എവിടെയെങ്കിലും ഇനി ഫർദറുള്ള വീഡിയോസിലും നമുക്കൊരു നോർമൽ ഓഫ്ലൈൻ ക്ലാസ് പറഞ്ഞു പോകുന്ന പോലെ പോകാൻ പറ്റത്തില്ല. വി നീഡ് ടു ബി ലിറ്റിൽ മോർ ക്വിക്ക്, അല്ലെങ്കിൽ അതർവൈസ് ദ ലെങ്ത് ഓഫ് അവർ വീഡിയോ വിൽ ബി വെരി ഹൈ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ട്വൈസ് ഓർ ത്രൈസ് എന്ത് ചെയ്യുക, നിങ്ങളത് ആ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, അത് കേട്ടാൽ മതി. അപ്പോൾ യു വിൽ ഗെറ്റ് എ മോർ ക്ലാരിറ്റി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത വല്ല പോയിൻറ്റും ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കില്ല. ഇനിയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ, നോ ഇഷ്യൂസ്, ഫൈൻ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഫോർ ബാങ്കിൽ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലത്തിൽ 1-2 പേരൊക്കെ അത് നോട്ടീസ് ചെയ്തായിരുന്നു, അവരോട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ലാസ്റ്റ് പ്രോബ്ലത്തിൽ നമുക്കറിയാം അവിടെ ഒരു ഡിപ്രീസിയേഷൻ ഓൺ പ്രിമൈസസ് എന്ന് പറഞ്ഞിട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ടെക്സ്റ്റ് ബുക്കിൽ അവർ ആൻസർ ചെയ്ത സമയത്ത് അവരത് മിസ്റ്റേക്ക് ആയിട്ടാണ് അവരത് ചെയ്തിട്ടില്ലത്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് തരുമ്പോൾ ഇവിടെ ഒരു വിഷയമുണ്ട്, നമ്മളിവിടെ ബാലൻസ് ഷീറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റം തരുമ്പോൾ നമുക്ക് 2 സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം, പിയാനലിലും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിലുമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പിയാനലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മളിവിടെ സിംഗിൾ സ്പേസിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യും, വൺ സൈഡറായിട്ട് നമ്മൾ കാണിക്കുമെങ്കിൽ അത് എന്ത് ചെയ്യും, നമുക്കിവിടെ എററായിട്ട് വരും. അതുകൊണ്ട് ഇവരിവിടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രിമൈസസും ഫർണിച്ചറും ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് എന്നുള്ള ഒരു അസംഷനിൽ ഇവർ ആ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്ത എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിപ്രീസിയേഷൻ കുറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഐ വിൽ ഷോ യു വൺസ് അഗെയിൻ. പ്രിമൈസ് 134.65 എന്ന് പറഞ്ഞാൽ ഇവിടെ ബാലൻസ് ഷീറ്റിൽ തന്നത് എമൗണ്ട് അല്ല, ബാലൻസ് ഷീറ്റിൽ തന്ന എമൗണ്ട് യു ക്യാൻ സീ ഹിയർ 133 ആണ്. എന്ന് പറഞ്ഞാൽ ഈ 133 എന്ന് പറഞ്ഞു കഴിഞ്ഞത് 110 ഡിപ്രീസിയേഷനും കൂടെ കുറച്ചിട്ടുള്ള എമൗണ്ട് ആണെന്നുള്ളൊരു അസംഷനിൽ അത് തിരിച്ച് ആഡ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് പ്രശ്നമാകേണ്ട, അതൊരു ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്കാണ്. യു ഡി നോട്ട് ഗെറ്റ് ബോതേഡ് അബൌട്ട് ദാറ്റ്, അത് ഇഗ്നോർ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഫൈൻ. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനി. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് വൈസിൽ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങളെ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കമ്പനി അക്കൗണ്ട്സിലെ 50 മാർക്സിൻ്റെ ഏരിയയിൽ ആകെ 50 മാർക്സ് ഉള്ളൂ. ഇതിൽ വരുന്നത് ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ഷെയർ ഇഷ്യൂ, ആ ഒരു ചാപ്റ്ററിൻ്റെ ഏരിയയാണ്, ഒരു 8 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി 12 മാർക്സ് വെയിറ്റേജ് ഉണ്ട്. പിന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഭാഗ്യമുണ്ടെങ്കിൽ 8 മാർക്ക്. പിന്നെ അതർ ഏരിയാസാണ് നമ്മുടെ, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു 10 മാർക്ക്, 8 മാർക്ക് വെയിറ്റേജ്. പിന്നെ അതർ ഏരിയയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ ബാങ്ക്, ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി. ഇതിനൊക്കെ പാടെ കൂടിയിട്ട് 8 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നിലും ഏതെങ്കിലും ഒരു ചാപ്റ്ററിലെ സാധാരണ പ്രധാനമായിട്ടും വലിയ പ്രോബ്ലം ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാറുള്ളൂ. അത് 80 അല്ലെങ്കിൽ ഒരു 60% അതാവാൻ സാധ്യതയുള്ളത് ബാങ്കാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ട് ആരുടെ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ, ഇലക്ട്രിസിറ്റി കമ്പനി ഉള്ളൂ. അപ്പോൾ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, സാറേ നമ്മുടെ ഈ ബാങ്കിലൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമോ, കാരണം ഒരു 8 മാർക്കിനൊക്കെ ഇവർ ബാലൻസ് ഷീറ്റ് പിയാനിൽ നമ്മളോട് ചോദിക്കുമോ എന്നില്ലേ. അപ്പോൾ 8 മാർക്കിന് ചിലപ്പോൾ വെറും ബാലൻസ് ഷീറ്റ് ആയിട്ടോ പിയാനലായിട്ടോ ചോദിക്കാൻ സാധ്യത ഇല്ലായികയൊന്നുമില്ല ബാങ്കിൽ നിന്നും. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വരാൻ വളരെ സാധ്യത കുറവാണ്, കാരണം അതിൻ്റെ വെയിറ്റേജ് അത്രയും കുറവാണ്. എനിവേ നമുക്കപ്പോൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അറ്റ് ദ വെരി ഔട്ട്സെറ്റ് ഞാനിതൊരു ഡീറ്റെയിൽഡ് ഡിസ്കഷനിൽ തിയറി ബൈ തിയറി, വേർഡ് ബൈ വേർഡ് ഞാൻ പോകുന്നില്ല. ഞാൻ ജസ്റ്റ് എല്ലാ പ്രോബ്ലം ഒരു ഡിസ്കസ് ചെയ്ത് പോകുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം അത്ര റെലവൻസ് ഈ ചാപ്റ്ററിനുള്ളൂ. ഇനി നിങ്ങൾക്ക് നമ്മളെല്ലാം കവർ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഐ വിൽ ഡു വൺ മോർ തിങ്. നമുക്ക് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എക്സാമിന് വേണ്ട എല്ലാ ഇൻപുട്സും ഞാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും, ഫൈൻ. സോ ഐ എം ഇൻവൈറ്റിംഗ് യുവർ അറ്റൻഷൻ ടു അക്കൗണ്ടിങ് ഫോർ ഇലക്ട്രിസിറ്റി കമ്പനി. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനി എന്ന് പറഞ്ഞാൽ ഫ്രം ദ വെരി ഔട്ട്സെറ്റ് അല്ലെങ്കിൽ ഫ്രം ദ വെരി നെയിം ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ കമ്പനി പ്രൊവൈഡിങ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക, തെർമലാവട്ടെ ഹൈഡ്രോ ആവട്ടെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് എന്ത്, ഇലക്ട്രിസിറ്റി കമ്പനി. ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിൽ ഉള്ളൊരു ഇലക്ട്രിസിറ്റി കമ്പനിയാണ് KICB. ഇവിടെ പ്രൈവറ്റ് സെക്ടർ അല്ല, പബ്ലിക് സെക്ടർ ഒരു കമ്പനിയാണ്. പക്ഷേ ഡൽഹി അങ്ങനത്തെ സ്റ്റേറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പ്രൈവറ്റ് സെക്ടറിലാണ് ഇലക്ട്രിസിറ്റിയൊക്കെ ഉള്ളത്, പ്രൈവറ്റ് സെക്ടറിലും ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇലക്ട്രിസിറ്റി
ഇലക്ട്രിസിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ആക്റ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റുകളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതുപോലെ തന്നെ ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അതുപോലെ ഇവരെ റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും മറ്റ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് പ്രധാനമായിട്ടും പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ ഡിസ്കസ് ചെയ്യാൻ ഫസ്റ്റ് പോയിൻ്റാണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനാണ് നമുക്ക് കമ്പനി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കമ്പനിയുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലം എലമെൻറ്റ്. സോ ഐ എം ഇൻവൈറ്റിംഗ് യുവർ അറ്റൻഷൻ ടു ദ ടോപ്പിക് ഡിപ്രീസിയേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കമ്പനി. ഫൈൻ. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ കേസിൽ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ച്വലി നമ്മൾ അക്കൗണ്ട്സിൽ പഠിച്ച അല്ലെങ്കിൽ അക്കൗണ്ട്സിലെ ബേസിക് മെത്തേഡ്സ് ഒക്കെ എല്ലാം WDV ആ മെത്തേഡ്സ് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇലക്ട്രിസിറ്റി ആക്ടിലെ റെഗുലേഷൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാണാറുണ്ട്. SLM മെത്തേഡിലാണ് ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ SLM മെത്തേഡിൽ സ്പെസിഫിക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പല കേസിലും ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ട് രീതിയിലാണ് ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഡിപ്രീസിയേഷൻ കാണുക, രണ്ട് അപ്രോച്ചിൽ. പ്രധാനമായിട്ടും ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ ആക്റ്റിൽ അങ്ങനെ പറഞ്ഞ അപ്രോച്ച് ഒന്നുമല്ല, പക്ഷേ നമ്മൾ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂ രണ്ട് രീതിയിലാണ് നമ്മൾ കാണുക. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ടാവും. ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം റേറ്റ് കാരണം ഡിപ്രീസിയേഷൻ റേറ്റ്, ആ റേറ്റ് വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക. അതർവൈസ് ഡിപ്രീസിയേഷൻ റേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് വെച്ചാണ് എന്ത് ചെയ്യുക നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ടത്. അപ്പോൾ ലൈഫ് കാണുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും മൈൻഡിൽ വെക്കുക. നമ്മൾ മീൻസ് സാൾവേജ് വാല്യൂ, അസറ്റിൻ്റെ സാൾവേജ് വാല്യൂ 10% എടുക്കണം എന്ന് പറഞ്ഞാൽ 10% സാൾവേജ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് പിന്നെ 90% വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിവേ അപ്പോൾ റേറ്റ് തന്നിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ റേറ്റ് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. പിന്നെ റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കറിയാം ഫ്രീ ഹോൾഡ് ലാൻഡിമൊന്നും നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക ആവറേജ് കോസ്റ്റുമേ കാരണം. ആവറേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബ്ലോക്ക് അല്ലെങ്കിൽ ഓപ്പണിംഗ് WDV പ്ലസ് അഡീഷൻസ് ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ആ ഒരു എമൗണ്ടുമേ, അതുപോലെ അല്ലെങ്കിൽ ആവറേജ് ഡിപ്രീസിയബിൾ എമൗണ്ടുമേ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റുമേ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 അതാണ് ആവറേജ് കോസ്റ്റ്. അതിന്മേൽ നമ്മൾ എന്ത് ചെയ്യുക ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. എനിവേ നമ്മൾ റേറ്റ് തന്നിട്ടുള്ള മെത്തേഡാണെങ്കിലും റേറ്റ് തരാത്ത മെത്തേഡാണെങ്കിലും. പിന്നെ ഇവിടെ ഒരു കൺസെപ്റ്റ് പറയുന്നുണ്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഡിപ്രീസിയേഷൻ. അതൊന്നുമില്ല, നമ്മൾ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്ന പോലെ നമ്മൾ റേറ്റ് കണ്ടിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക. ഡിപ്രീസിയേഷൻ കണ്ടിട്ട് അതിൻ്റെ കോസ്റ്റുമായിട്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100. ആ റേറ്റാണ് ആവറേജ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അത് അത്ര റെലവൻ്റ് അല്ല, കാരണം ഈ റേറ്റൊക്കെ കൂടെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനൊന്നും പോസിബിൾ അല്ല. ബാക്കി കൺസെപ്റ്റുകൾ ഞാൻ അപ്കമിങ് പ്രോബ്ലംസ്, ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലംസും പിന്നെ അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നുള്ള പ്രോബ്ലംസും, ഈ രണ്ട് പ്രോബ്ലമാണ് നമുക്ക് പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അതിൽ ഡിസ്കസ് ഓൾ ദ കൺസെപ്റ്റ്സ് റിലേറ്റിംഗ് ടു ഡിപ്രീസിയേഷൻ ത്രൂ പ്രോബ്ലംസ്. അത് നമുക്ക് വായിക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആസ് പെർ 2009 റെഗുലേഷൻസ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ, നമുക്കറിയാം കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് മുതൽ നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് 1/9/2010 അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ആക്ച്വൽ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ പ്രൊജക്റ്റഡ് എക്സ്പെൻഡിച്ചറും. അപ്പോൾ പ്രൊജക്റ്റഡ് എക്സ്പെൻഡിച്ചറും നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യരുത് കേട്ടോ. ആക്ച്വൽ എക്സ്പെൻഡിച്ചറാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. The details of apportioned approved cost and date of commercial operation. ഓക്കെ, apportioned approved cost 4,20,000 എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇലക്ട്രിസിറ്റി പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത അസറ്റിൻ്റെ അപ്രൂവ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4,20,000 ആണ്. എന്നാൽ അതിനർത്ഥം നമ്മളത് ചിലവാക്കിയിട്ടുണ്ടെന്ന് അർത്ഥമല്ല കേട്ടോ. ഇനി ആക്ച്വലി കോസ്റ്റ് ഇൻകേർഡ് അറ്റ് ദ ഡേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ വരെ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് കേട്ടോ. കാരണം നമ്മളൊരു ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് പ്രോജക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിലവായ പ്രോജക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എക്സ്പെൻഡിച്ചർ കേൾക്കുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളൊരു ടേം നിങ്ങളുടെ മൈൻഡിലോട്ട് വരരുത്. ദിസ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. Then proposed expenditure from the date of commercial operation. This expenditure is actually planned one, that is not actually incurred. അപ്പോൾ പ്രപ്പോസ്ഡ് എക്സ്പെൻഡിച്ചറിനൊന്നും നമ്മൾ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഫൈൻ. അപ്പോൾ നമ്മളിവിടെ ആക്ച്വലി ഇൻകർ ചെയ്തൊരു 4 lakh ഉണ്ട് ഇവിടെ, വേറെ ബാക്കിയെല്ലാം പ്രപ്പോസ്ഡ് ആണ്. ദെൻ ഇത് ഡിപ്രീസിയേഷൻ ഓരോ ഇയറിനോട്ടുള്ള ഡിപ്രീസിയേഷനാണ് നമുക്കിവിടെ തന്നത്. 2010, 11, 12, 13, 14. അത് ആക്ച്വലി ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അത് ആക്ച്വലി ഇത് ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ആസ് പെർ ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ അപ്പൻഡിക്സ് 3 എന്ന് പറഞ്ഞാൽ ഓരോ ഇയർക്കും ഉള്ള ഡിപ്രീസിയേഷൻ റേറ്റ് ആണ് കേട്ടോ. അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് 200 lakh ഹാസ് ബീൻ കൺസിഡേർഡ് ഔട്ട് ഓഫ് 1 lakh ഫോർ ദ ഇയർ 10-11 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു അഡീഷണൽ എക്സ്പെൻഡിച്ചർ എത്ര ഇൻകർ ചെയ്തിരിക്കുന്നു, 20,000 ഇൻകർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ എക്സ്പെൻഡിച്ചർ 4 lakh, അതേ ഇയറിൽ തന്നെ നമ്മളൊരു അഡീഷൻ ഉണ്ട് എത്ര, 20,000. സോ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നീട് വേറെ അഡീഷൻസ് ഒന്നും വരുന്നില്ല.
പേഴ്സൻ്റ് അപ്രൂവ്ഡ് കോസ്റ്റ്. ഇനി നിങ്ങളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്? കാൽക്കുലേറ്റ് ഡിപ്രീസിയേഷൻ ആസ് പെർ 2009 റെഗുലേഷൻ വിത്ത് ദ ഫ്ലോയിങ് ഇൻഫർമേഷൻ. ഡിപ്രീസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റേറ്റ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിപ്രീസിയേഷൻ SLM മെത്തേഡിലാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ആദ്യത്തെ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആദ്യത്തെ ഫിനാൻഷ്യൽ ഇയർ 10-11 ആണ്. 10-11 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1st സെപ്റ്റംബറിലാണ്. അപ്പോൾ ഹൗ മെനി മന്ത്സ് റിമൈനിങ് ഓൺലി? നമുക്ക് 1st സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ 7 months മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ 7 monthsലാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ആവറേജ് കോസ്റ്റുമാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇത്ര കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളൂ. സോ വി ആർ ഗോയിങ് ടു കമ്പ്യൂട്ട്. ഞാനിത് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ആക്കിയിട്ട് ഞാനിത് ചെയ്യുന്നില്ല. ആൻസർ തന്നെ ഡിസ്കസ് ചെയ്യുന്ന മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കാരണമൊന്നുമല്ല, ഇത് നമ്മൾ വേറെ ചെയ്ത് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് വാല്യൂ നമുക്കറിയാം 4 lakh. കാരണം നമ്മൾ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇൻക്വയർ ചെയ്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 4 lakh എന്നുള്ള എക്സ്പ്രസ്സിലൂടെ തന്നിട്ടുണ്ട്. ഈ 20,000 നമ്മൾ അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്തു. അതെന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് എത്ര? 4,20,000. അപ്പോൾ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ആവറേജ് കോസ്റ്റ് ആവറേജ് ക്യാപിറ്റൽ കിട്ടും 4,10,000. നമ്മുടെ ഡിപ്രീസിയേഷൻ എത്ര? 5.3 ഇവിടെ തന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഓരോ ഇയറിന് ഡിപ്രീസിയേഷൻ ഇവിടെ 5.3 തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ പീരിയഡ് എത്ര? 7 monthsക്കാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 4,10,000 ഇൻറ്റു 5.3% ഇൻറ്റു 7/12. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ എത്രയാണ്? 12,676. പിന്നെ നമ്മൾ ക്ലോസിംഗ് WDV ഒരിക്കലും കാണരുത്, കാരണം നമ്മൾ വി ആർ ഫോളോയിങ് WDV മെത്തേഡ് അല്ല, ഏത് SLM മെത്തേഡാണ്. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ 11-12 എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മൾ 4 വർഷത്തെ ഡിപ്രീസിയേഷൻ ഇവിടെ തന്നതുകൊണ്ട് നമ്മൾ 4 വർഷത്തെ ഡിപ്രീസിയേഷൻ ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ദ ക്വസ്റ്റ്യൻ ഹാസ് നോട്ട് മെൻഷൻഡ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് വി ഷുഡ് കമ്പ്യൂട്ട് ദ ഡിപ്രീസിയേഷൻ. സോ ദ നെക്സ്റ്റ് ഇയർ ഈസ് 11-12. 11-12 യു വിൽ ടേക്ക് ദ ഓപ്പണിംഗ് എമൗണ്ട് ആസ് 4,20,000. ഇതെല്ലാം ലാക്സിലാണ് മെൻഷൻ ചെയ്യണം കേട്ടോ. 4,20,000. പിന്നെ ഈ ഇയറിൽ അഡീഷൻസ് ഒന്നുമില്ല. ഇതൊക്കെ അപ്രൂവ്ഡ് അപ്പോർഷൻഡ്. ആ എമൗണ്ട് ഒന്നും അഡീഷണൽ അല്ല. വിൽ ടേക്ക് ഓൺലി അഡീഷൻ ആസ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. ഹിയർ ഓൺലി ദ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഈ 20,000. സോ that 20,000 ഈസ് ഇൻ ദ പ്രീവിയസ് ഇയർ. 11-12 12-13 13-14 നമുക്ക് അഡീഷൻസ് യാതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ SLM ആയതുകൊണ്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ഒരിക്കലും കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യില്ല. നമ്മൾ കോസ്റ്റിൽ നിന്ന് മൈനസ് നമ്മൾ ടോട്ടൽ കോസ്റ്റുമാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുക. പിന്നെ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ മെത്തേഡ് പോലെ അല്ലെങ്കിൽ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മെത്തേഡ് പോലെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് എന്ത് ചെയ്യില്ല, പോവില്ല. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബ്ലോക്ക് 4,20,000, അഡീഷൻസ് ഒന്നുമില്ല. അപ്പോൾ 4,20,000 തന്നെ ക്ലോസിങ്. അപ്പോൾ ക്ലോസിങ് എത്ര? ആവറേജ് എത്ര? 4,20,000 പ്ലസ് 4,20,000 ഡിവൈഡ് ബൈ 2 4,20,000 തന്നെ. ദെൻ ഡിപ്രീസിയേഷൻ റേറ്റ് 5.2. ദെൻ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ 11-12 ഓൺവേർഡ്സ്. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര? 12 monthsലോട്ട് 21,840. പിന്നെ ബാക്കിയുള്ള ഇയേഴ്സിനും ഇതേ 5.2 തന്നെ ഡിപ്രീസിയേഷൻ വരുന്നത്. അഡീഷൻസ് ഒന്നും തന്നെ ഇല്ല. സോ ക്ലോസിംഗ് ഓപ്പണിംഗ് ഉറപ്പായിട്ടും സെയിം ആയി, കാരണം ഡിപ്രീസിയേഷൻ പെർസെൻറ്റേജ് ഈസ് ആൾസോ സെയിം. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്തായിരിക്കും? സെയിം ആസ് ദാറ്റ് ഓഫ് 11-12 ആണ്. So the general things that you need to understand from this problem is that we'll take opening plus additions as closing, then we'll compute average gross block, that is opening plus closing divided by 2. Then average gross block നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യില്ല? കോസ്റ്റിൽ നിന്ന് മൈനസ് ചെയ്യൂല. So this is one way of solving depreciation problems in case of electricity company when the rate of depreciation is provided. Hope you understood. Okay. So illustration 14 was an example for computation of depreciation when rate of depreciation given. Then next we are going to have a discussion regarding a problem in which the depreciation rate has not been given. So let's read the question number illustration 15. Pause the video and read the question. Depreciation up to 13-14 compute ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. From the following information, ഡേറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റഡ് ഡേറ്റ്, നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 11th January 1996 ആണ്. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ 95-96. ദെൻ നമ്മളെ കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ 1st April 2011 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇൻ ദ ഇയർ 1995-96 ആണ്. നമ്മൾ ഏത് ഇയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? 1st April 2011 ആണ്. നമ്മളെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ 2011 and 11-12. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹൗ മെനി ഫിനാൻഷ്യൽ ഇയർ ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഹിയർ? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിയർ 15 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. എങ്ങനെ? 1995-96 എന്ന് പറയുമ്പോൾ ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ 2005-2006 10 വർഷമായി. പിന്നെ 6-7 11, 7-8 12, 8-9 13, 9-10 14, 10-11 15. So 15 years has been completed. Then useful life of this project എന്ന് പറഞ്ഞാൽ 35 years ആണ്. അപ്പോൾ 35 yearsൽ already 15 years has been completed. Then how many years pending or how many years still remaining? Only 20 years. Okay. Then
ക്യാപിറ്റൽ കോസ്റ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഈ പ്രോജക്റ്റിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റ് നമ്മുടെ 11-12 ഫിനാൻഷ്യൽ ഇയർ ബിഗിൻ ചെയ്യുമ്പോൾ 222 lakhs ആണ്, അല്ലെങ്കിൽ ക്രോസ് ആണ്, സോറി. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആയിട്ട് വരുന്നത് 2 ഇയറിൽ വരുന്നുണ്ട്. 11-12 ഇല്ല, 12-13 ഉണ്ട്, 13-14 ഉണ്ട്. ദെൻ വാല്യൂ ഓഫ് ഫ്രീ ഹോൾഡ് ലാൻഡ്. വൈ ദിസ് ഈസ് ഗിവൺ ഇസ് ദാറ്റ് ഫ്രീ ഹോൾഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാൻഡ് ഈസ് നോട്ട് എ ഡിപ്രീസിയബിൾ അസറ്റ്. സോ നമ്മൾ ഈ ഒരു കോസ്റ്റിൽ 222 ഈ ലാൻഡ് ഇൻക്ലൂഡറാണ്. അപ്പോൾ ലാൻഡിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. വി ഷുഡ് നോട്ട് പ്രൊവൈഡ് എനി ഡിപ്രീസിയേഷൻ ഫോർ ദ വാല്യൂ ഓഫ് ലാൻഡ്. ദെൻ ഡിപ്രീസിയേഷൻ റിക്കവേർഡ് അപ് ടു 2009-10 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴിഞ്ഞ 9-10 വരെ, സോറി 15 അല്ല 9-10 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വർഷം വരുള്ളൂ, 14 വർഷമേ വരുള്ളൂ. 14 വർഷം നമ്മൾ റിക്കവർ ചെയ്ത ഡിപ്രീസിയേഷൻ 48.6 ആണ്. അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ റിക്കവേർഡ് അപ് ടു 10-11 എത്രയാണ്, 5.4 ആണ്. അപ്പോൾ അത്രയും ഡിപ്രീസിയേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 222 മൈനസ് 48.6 മൈനസ് 5.4 അടിച്ചാൽ നമുക്കറിയാം ഇനി ബാക്കി എത്ര ഡിപ്രീസിയേറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഇയർ ആസ് താരിഫ്. ഓക്കെ ഫൈൻ, നമ്മൾ ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഹിയർ വൺ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് നമ്മളിവിടെ ഏത് മെത്തേഡിലാണ് SLM മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമുക്ക് റേറ്റ് ഇവിടെ തന്നിട്ടില്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് റേറ്റ് വാട്ട് വി ഹാവ് ടു ടേക്ക്, നമുക്കിവിടെ ഏതുണ്ട്, നമുക്കിവിടെ ഈ ലൈഫ് ഉണ്ട്. ലൈഫ് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് മോഡ് ഓഫ് പ്രോബ്ലം ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ പ്രോബ്ലം ഇൻ കേസ് വെൻ ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് നോട്ട് ഗിവൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ്. Fine. The first year in which we have to provide depreciation is current year 11-12. അപ്പോൾ 11-12 എന്ന് പറഞ്ഞാൽ നമ്മൾ 16-ാമത്തെ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോർമലി നമുക്കറിയാം റിമൈനിങ് ഇയർ 20 ഇയർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓപ്പണിംഗ് വാല്യൂ 222, സംശയമൊന്നുമില്ലല്ലോ. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ കോസ്റ്റ്. അഡീഷണൽ ക്യാപിറ്റൽ ശരിക്കും ശ്രദ്ധിക്കണം, ഏത് ഇയറിലാണ് വരുന്നത്, 12-13 വരുന്നത്, നമ്മുടെ ഇയറിലല്ല. അപ്പോൾ അത് 0. ദെൻ ക്ലോസിംഗ് ക്യാപിറ്റൽ എത്ര, 222. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് മെത്തേഡിലാണെങ്കിലും ആവറേജ് ക്യാപിറ്റലും വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോറി ആവറേജ് കോസ്റ്റ് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സെയിം ആണ്. അതുകൊണ്ട് സബ്സിക്വൻ്റ്ലി ദ ആവറേജ് ക്യാപിറ്റൽ വിൽ ആൾസോ ബി സെയിം. അപ്പോൾ ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ഹൗ മച്ച്, 222.00. ദെൻ നമുക്കറിയാം ഈ ആവറേജ് കോസ്റ്റിൽ എന്ത് ഇൻക്ലൂഡറാണ്, നമ്മൾ പ്ലാന്റ് വാല്യൂ ഓഫ് ഫ്രീ ഹോൾഡ് ലാൻഡ് എന്താണ്, ഇൻക്ലൂഡറാണ്. അപ്പോൾ നമ്മൾ ആ ലാൻഡ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ ലാൻഡ് റിമൂവ് ചെയ്യാൻ നിങ്ങൾക്ക് യു മൈറ്റ് ബി ഹാവിങ് എ ഡൗട്ട്, നമ്മൾ ഓപ്പണിംഗ് നിന്ന് റിമൂവ് ചെയ്താൽ പോലെ അല്ലെങ്കിൽ ക്ലോസിംഗ് നിന്ന് റിമൂവ് ചെയ്താൽ പോലെ. അത് നമുക്ക് 2 പണിയാണ്. കാരണം ഓപ്പണിംഗ് നിന്ന് റിമൂവ് ചെയ്യണം, വി ഷുഡ് റിമൂവ് ഫ്രം ക്ലോസിംഗ് ആൾസോ. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഈസി ടു റിമൂവ് ഇറ്റ് ഫ്രം ദ ആവറേജ്. അപ്പോൾ ആവറേജിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിമൂവ് ചെയ്യേണ്ടത്. ഫൈൻ. സോ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തു. ഏതാ റിമൂവ് ചെയ്തത്, നമ്മൾ ഫ്രീ ഹോൾഡ് ലാൻഡ് റിമൂവ് ചെയ്തു. അപ്പോൾ എത്ര നമ്മൾ ചെയ്തിട്ടുള്ളൂ, ഓപ്പണിംഗ് ക്ലോസിംഗ് ഡിവൈഡ് ബൈ 2 ആവറേജ് മൈനസ് ലാൻഡ് വാല്യൂ 12. സോ ദ ആവറേജ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ക്യാപിറ്റൽ കോസ്റ്റ് പറഞ്ഞാൽ ഇവിടെ 210 ആണ്. ഇനി അനദർ തിങ് ദാറ്റ് ഐ ഹാവ് മെൻഷൻഡ് യൂസ് ദാറ്റ് ഡിപ്രീസിയേഷൻ റേറ്റ് നമുക്ക് തരാതെ നമ്മൾ ലൈഫ് വെച്ചാണ് നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 10% നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കമ്പ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ വെനെവർ യു പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ where the depreciation rate has not been provided and you are computing depreciation on the basis of useful life of the asset, in which you should provide 10% of your actual cost of asset as residual value. If you provide 10% of actual cost as residual value, then how much percentage will be available to distribute as depreciation? Definitely it will be 90%. കാരണം നമുക്കറിയാം നമ്മൾ ലോവർ ലെവൽ ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട് depreciation under SLM method is equal to കോസ്റ്റ് മൈനസ് റെസിഡ്വൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂവിനെ നമ്മൾ വിളിക്കുക ഡിപ്രീസിയബിൾ എമൗണ്ട്. അപ്പോൾ ഇവിടെ ഡിപ്രീസിയബിൾ എമൗണ്ട് എപ്പോഴും 90% ആയിരിക്കും എന്ന് പറഞ്ഞാൽ 10% ഷുഡ് ബി പ്രൊവൈഡഡ് ആസ് വാട്ട് വി സേ ആസ് റെസിഡ്വൽ വാല്യൂ. ഇൻ വിച്ച് മെത്തേഡ്, ഡിപ്രീസിയേഷൻ്റെ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡിലാണോ റേറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത മെത്തേഡിലാണോ, റേറ്റ് പ്രൊവൈഡ് ചെയ്യാത്ത മെത്തേഡ്സിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിപ്രീസിയബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയ്ക്കാരം, 189 കാരണം 210 ആണ് ആവറേജ് കോസ്റ്റ്. അതിൽ നിന്നും പ്ലാന്റ് വാല്യൂ കുറച്ച് എമൗണ്ട് 210, അതിൻ്റെ ഡിപ്രീസിയബിൾ എമൗണ്ട് ആണ് ഓൾവേസ് എത്ര ആയിരിക്കും, 90% കാരണം. ഇനി ഈ 90%ൽ നമ്മൾ കഴിഞ്ഞ 15 വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എത്ര, 48.6 പ്ലസ് 5.4 എത്ര, 54. അപ്പോൾ നമ്മൾ 189 നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യേണ്ട എമൗണ്ട്, അതിൽ 54 ഓൾറെഡി ഡിപ്രീസിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ ഹൗ മച്ച് എമൗണ്ട് ഈസ് സ്റ്റിൽ റിമൈനിങ് ടു പ്രൊവൈഡ് ആസ് ഡിപ്രീസിയേഷൻ, 135. നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് 135 മാത്രമാണ്. അപ്പോൾ 135ൽ നമ്മൾ ഈ 135 നമ്മളിപ്പോൾ നിൽക്കുന്നത് 11-12 ഫിനാൻഷ്യൽ ഇയറിലാണ്. അപ്പോൾ 11-12 ഫിനാൻഷ്യൽ ഇയറിലാണ് നമുക്ക് നിൽക്കുന്നത്. 15 വർഷം കംപ്ലീറ്റ് ആയി. നമ്മുടെ അസറ്റിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 20 years ആണ്. അപ്പോൾ നമുക്കിനി എത്ര ഇയറും കൂടെ ഉണ്ട്, 20 ആണ് നമുക്കിനി ഇല്ലേ ഇയർ. അപ്പോൾ 20 year ലൈഫ് ഉണ്ട്. അപ്പോൾ 135 ആണ് നമ്മുടെ ഡിപ്രീസിയബിൾ എമൗണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 20 ആണ് നമ്മുടെ ലൈഫ് എങ്കിൽ നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ എത്രയാണ്, 6.75 ആയിരിക്കും നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ. അപ്പോൾ നമ്മുടെ ആനുവൽ ഡിപ്രീസിയേഷൻ 6.75 കൊടുക്കുകയാണെങ്കിൽ ഈ വർഷത്തെ 11-12 ഡിപ്രീസിയേഷൻ 6.75, ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ 54.
54. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്മുടെ ഈ ഇയർ വരെയുള്ള അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ അപ് ടു കറൻറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര 60.75. സോ ഒരു ലോങ് പ്രോസസ്സാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി ഈസി ടു ഡു. നമ്മൾ ആ ഒരു സീക്വൻസ് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഞാൻ ചെയ്ത ഇത്ര മാത്രമേ ഉള്ളൂ. ഓപ്പണിംഗ് അസറ്റ് എടുത്തു, അഡീഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തു, ദെൻ ക്ലോസിംഗ് അസറ്റ് കിട്ടും. ക്ലോസിംഗ് അസറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആവറേജ് കോസ്റ്റ് എടുക്കണം. ആവറേജ് കോസ്റ്റ് എടുത്തു 222. പിന്നെ ഫ്രീ ഹോൾഡ് പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഫ്രീ ഹോൾഡ് പ്ലാന്റിൻ്റെ വാല്യൂ ഇവിടുന്ന് നമ്മൾ റിമൂവ് ചെയ്യണം. വൈ ആർ യു റിമൂവിങ് ദിസ് എമൗണ്ട്? പ്ലാന്റ് ഫ്രീ ഹോൾഡ് ലാൻഡ് ആണ്, സോറി, ലാൻഡ് ഈസ് നോട്ട് എ ഡിപ്രീസിയബിൾ അസറ്റ്. സോ വെൻ യു റിമൂവ് ലാൻഡ്, ദെൻ ദ ബാലൻസ് എമൗണ്ട് ടു ബി ഡിപ്രീസിയേറ്റഡ് ആസ് വിൽ ബി ഈക്വൽ ടു 210. അപ്പോൾ 210 ആണ് നമ്മൾ ബാലൻസ് ഡിപ്രീസിയേറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ദെൻ ദർ ഈസ് എ കോൺസ്റ്റൻറ്റ് റൂൾ ദാറ്റ് 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ആസ് റെസിഡ്വൽ വാല്യൂ. യു ഷുഡ് പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ ഓൺലി ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 90% ഓഫ് ദ കോസ്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഡിപ്രീസിയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ 210 × 90% 189. ബട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് 16ാമത്തെ വർഷമാണ്. 15 വർഷം വരെ ഞാനിവിടെ ടോട്ടൽ കൊടുത്ത ഡിപ്രീസിയേഷൻ 48.6 പ്ലസ് 5.4 ഞാൻ ഓൾറെഡി ഡിപ്രീസിയേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഇനിയും വീണ്ടും ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ 54 ഓൾറെഡി ഇവിടെ ഡിപ്രീസിയേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 135. ഈ 135 ഇനി ബാക്കിയുള്ള റിമൈനിങ് ലൈഫായ 20, 35 15 കഴിഞ്ഞു, ഇനിയുള്ളത് 20 ആണ്. ആ 20 ഇയേഴ്സിൽ ഞാൻ എന്ത് ചെയ്യണം? ഡിപ്രീസിയേറ്റ് ചെയ്ത് കളയണം. അപ്പോൾ എൻ്റെ പെർ ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 135/20 years ഈസ് ഈക്വൽ ടു 6.75. സോ ദ ഡിപ്രീസിയേഷൻ ടിൽ ഇയർ ഈസ് കറൻറ്റ് ഡിപ്രീസിയേഷൻ പ്ലസ് പ്രീവിയസ് ഇയർ ടോട്ടൽ ഡിപ്രീസിയേഷൻ, അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ടോട്ടൽ ഡിപ്രീസിയേഷൻ 54, ദാറ്റ് ഈക്വൽ ടു 60.75. So this is how the first year, that is 11-12 depreciation has to be computed. Hope you understood. I'm moving on to next year, that is 12-13. Then what is the peculiarity of 12-13? There is an addition happening in 12-13. Look at the question. That is 10.56 is current year addition. So I took the opening value as previous year closing value. That is nothing but 222. Then the current year addition that has been already given in the question, that is 10.56. So your total amount will come to 232.56. Here need to compute the next step as average capital computation. Average cost of asset will be opening plus closing divided by 2. 222 plus 232.56 divided by 2, that is equal to 227.28. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് 222 അല്ലേ എടുത്തിട്ടുള്ളത്, ക്ലോസിംഗ് എടുത്തിട്ടില്ലേ? അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ആരെ വാല്യൂ ഉണ്ട്? നമ്മുടെ ഫ്രീ ഹോൾഡ് ലാൻഡിൻ്റെ വാല്യൂ ഉണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതേ എമൗണ്ടാണ് ഈ എമൗണ്ട് തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഒരിക്കലും അത് എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലാന്റ് എന്ത് ചെയ്തു? പ്ലാനിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. 215 കിട്ടി. അപ്പോൾ നമുക്കറിയാം 10% നമ്മൾ എന്ത് ചെയ്യണം? റെസിഡ്വൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ബാക്കി എത്ര? 193.75. നമ്മൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ 15 വർഷത്തെയും 16ാമത്തെ വർഷത്തായ 6.75 കൂട്ടിയിട്ട് നമ്മളിവിടെ കണ്ട 60.75 ആണ് നമ്മൾ ഇതുവരെ കൊടുത്ത ഡിപ്രീസിയേഷൻ. അപ്പോൾ അതും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി ഡിപ്രീസിയേറ്റ് ചെയ്ത് കളയേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 133 ആണ്. കഴിഞ്ഞ വർഷം നമുക്ക് ബാക്കിയുള്ള വർഷങ്ങൾ 20 ആയിരുന്നെങ്കിൽ ഈ വർഷം നമുക്ക് ബാക്കിയുള്ള വർഷം ഓൺലി 19 ആണ്. അപ്പോൾ 19 ആകുമ്പോൾ 133 ഡിവൈഡ് ബൈ 19 അടിക്കുന്ന സമയത്ത് ആനുവൽ ഡിപ്രീസിയേഷൻ വിൽ ബി ഓൺലി 7. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ 60, ഈ വർഷം 7. അപ്പോൾ ഈ വർഷം വരെ ഉള്ള നമ്മുടെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്ര? 67.75. Then fine. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഇയർ ഡിപ്രീസിയേഷൻ വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. മൂവിങ് ഓൺ ടു തേർഡ് ഇയർ ഡിപ്രീസിയേഷൻ. തേർഡ് ഇയർ ഡിപ്രീസിയേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് വാല്യൂ, വാട്ട് വിൽ ബി ദ ഓപ്പണിംഗ് വാല്യൂ? ദ തേർഡ് ഇയർ ഓപ്പണിംഗ് വാല്യൂ ഓഫ് അസറ്റ് വിൽ ബി ക്ലോസിംഗ് വാല്യൂ ഓഫ് അസറ്റ് ഇൻ സെക്കൻഡ് ഇയർ, ദാറ്റ് ഈസ് 232.56. ദെൻ നമ്മുടെ തേർഡ് ഇയറിലും അഡീഷൻ ഉണ്ട് എത്ര? 29.44. അഡീഷൻ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് കിട്ടി. ഈ എമൗണ്ടുകളെല്ലാം ഓപ്പണിങ്ങിലും ക്ലോസിങ്ങിലും ആവറേജിലും നമ്മുടെ വാല്യൂ ഓഫ് ലാൻഡ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ അവനെ റിമൂവ് ചെയ്തു. സോ ബാലൻസ് ഈസ് 235. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 10% സ്ക്രാപ്പ് വാല്യൂ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ബാക്കി എത്ര? 90%. 90% ഓഫ് 235.28 ഈസ് ഈക്വൽ ടു 211.75. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതുവരെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഡിപ്രീസിയേഷൻ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ 12-13 വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഡിപ്രീസിയേഷൻ 67.75. സോ ദ ബാലൻസ് എമൗണ്ട് ഈസ് 144. ബാലൻസ് എമൗണ്ട് നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യേണ്ടത് 18 വർഷങ്ങളിലായിട്ടാണ്. 144 ഡിവൈഡ് ബൈ 18 ഈസ് ഈക്വൽ ടു 8. So the total depreciation provided till last year is 75.75. ഇതാണ് ഡിപ്രീസിയേഷൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഈ രണ്ട് മെത്തേഡിലും നിങ്ങൾ പ്രൊഫിഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ അടിപൊളിയായി. ഇതിൽ വേറെ അതിൻ്റെ അപ്പുറമൊന്നും വരാനില്ല. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്നുള്ള കൺസെപ്റ്റും കൂടെ ഉള്ളൂ. ഫൈൻ. അപ്പോൾ യു അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ ഒന്നും കൂടെ റീപ്ലൈ ചെയ്യുക, ഒന്നും കൂടെ റീഡു ചെയ്യുക, ഒന്നും കൂടെ ചുമ്മാ കേട്ട് പോവാതെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ദെൻ ഓൺലി ആഫ്റ്റർ ദാറ്റ് പ്ലീസ് മൂവ് ഓൺ ടു, അല്ലെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് ഡിസ്കഷൻസ്. ഓക്കെ.
മൂവിങ് ഓൺ. അപ്പോൾ ഈ കാര്യങ്ങൾ ഓക്കെ ആണെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു കൺസെപ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് അഗൈൻസ്റ്റ് ഡിപ്രീസിയേഷൻ, AAD എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആക്ച്വലി ആ കൺസെപ്റ്റിൻ്റെ ബേസിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അതൊക്കെ വോൺ ഔട്ട് കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും അതൊക്കെ ഓൾറെഡി മീൻസ് ഇല്ലാത്ത കൺസെപ്റ്റാണ്. അതൊക്കെ ഓൾറെഡി മീൻസ് കറൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, അബോളിഷ് ചെയ്ത കൺസെപ്റ്റ്സാണ്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഓക്കെ, അതൊക്കെ ഓൾഡ് കൺസെപ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്നത് കേസിലോട്ട് പോകാം. ഫൈൻ. അപ്പോൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദ തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ്, നമുക്കറിയാം റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ FM-ലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ നിന്നും ലിറ്റിൽ ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ കേസിൽ ദർ ഈസ് എ റീബട്ടബിൾ പ്രിസംഷൻ ദാറ്റ്, അല്ലെങ്കിൽ ഒരു തമ്പ് റൂൾ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എപ്പോഴും 70% കാരണം 70:30 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 70% ഡെറ്റും 30% ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഇക്വിറ്റി എത്ര ആയിരിക്കണം, 30% ആയിരിക്കും ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഇക്വിറ്റി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ടോട്ടൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 lakh ആണെങ്കിൽ 100 lakhൽ 70% ഡെറ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 70 lakh ഡെറ്റ് ആയിരിക്കും, ബാക്കി 30% എന്തായിരിക്കും, ഇക്വിറ്റി കാരണം. ഈ ഇക്വിറ്റിൻ്റെ ഡയറക്റ്റ് സ്ട്രൈറ്റ് 14% കാരണം അവരുടെ ആ വർഷത്തെ റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ് ദീസ് തമ്പ് റൂൾസ്. നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വിൽ ബി 70:30. Debt will be 70%, equity will be 30%. Then the return on equity, അത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെത് 14% ആയിരിക്കണം എന്ന്, 14% ആയിരിക്കണം എന്ന് ദർ ആർ ഇലക്ട്രിസിറ്റി കമ്പനി റെഗുലേഷൻസ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനീൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എടുത്തിട്ട് അതിൻ്റെ 30% ആയിരിക്കും ഇക്വിറ്റി, അതെടുക്കുക, അതിൻ്റെ 14% നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യുക. ദാറ്റ് എമൗണ്ട് വിൽ ബി ഈക്വൽ ടു റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓഫ് ആൻ ഇലക്ട്രിസിറ്റി കമ്പനി. അപ്പോൾ അവിടെ two rules to be kept in mind is only debt equity ratio 70% and 30%, that is 30% equity, 70% debt. Then return on equity will be 14% of equity. പിന്നെ അനദർ തിങ് ടു ബി നോട്ടഡ് ഇസ് ദാറ്റ് നമ്മുടെ ഓപ്പണിംഗ് നമുക്കൊരു ക്യാപിറ്റൽ ഉണ്ട്. ആ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഉറപ്പായിട്ടും 70:30 പ്രൊപ്പോർഷനിലേക്കാണ്. നമ്മളൊരു അഡീഷണൽ ഒരു ക്യാപിറ്റൽ ജനറേറ്റ് ചെയ്യുകയാണ്, ഫോർ എക്സാമ്പിൾ 1000. അപ്പോൾ ഈ 1000 നിങ്ങൾ അഡീഷണൽ ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൽ 70% ഡെറ്റ് ആയിരിക്കണം, 30% എന്തായിരിക്കണം, ഇക്വിറ്റി ആയിരിക്കണം. ഡെറ്റ് പോർഷൻ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഷുഡ് ടേക്ക് ഓൺലി ദ ഇക്വിറ്റി പോർഷൻ ആൻഡ് യു ഷുഡ് കമ്പ്യൂട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി പോർഷൻ അലോൺ. സോ വി ക്യാൻ ഹാവ് എ പ്രോബ്ലം ബേസ്ഡ് ഓൺ റിട്ടേൺ ഓൺ ഇക്വിറ്റി സം. From the following information, illustration 17 I am going to discuss. From the following information, calculate return on equity as per Regulation 21 of Central Electricity Regulatory Commission. Date of commercial operation 1st April 2010. Okay, അത് എന്തിലായിക്കോട്ടെ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 lakh. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 15 lakh എന്ന് പറയുമ്പോൾ വൺ തിങ് ദാറ്റ് ഷുഡ് റിംഗ് ഓൺ യുവർ മൈൻഡ് ഈസ് ദാറ്റ് 15 lakh ആണെങ്കിൽ അതിൽ ഡെറ്റ് 70% ആയിരിക്കും, ദാറ്റ് മീൻസ് 10,50,000 ആയിരിക്കും, ഇക്വിറ്റി 30% ആയിരിക്കും, ദാറ്റ് ഈക്വൽ ടു 4,50,000 ആയിരിക്കണം. ദീസ് തിങ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. ദെൻ ഡീറ്റെയിൽസ് ഓഫ് അലൗഡ് അഡീഷണൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അഡീഷണൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നമ്മൾ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഇയറിൽ 1 lakh, സെക്കൻഡ് ഇയറിൽ 30, തേർഡ് ഇയറിൽ 20, ഫോർത്ത് ഇയറിൽ 10. അപ്പോൾ ഈ എമൗണ്ട് കൊണ്ടുവരുമ്പോൾ ഏത് പ്രൊപ്പോർഷനിലാണ് കൊണ്ടുവരിക? ഫസ്റ്റ് ഇയറിൽ 1 lakh കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിലെ ഇക്വിറ്റി പോർഷൻ എത്ര മാത്രമായിരിക്കും? 30% ആയിരിക്കും. സെക്കൻഡ് ഇയറിൽ നമ്മൾ 30,000 കൊണ്ടുവരുന്നെങ്കിൽ അതിൻ്റെ ഇക്വിറ്റി പോർഷൻ 30% ആയിരിക്കും. അപ്പോൾ ഇക്വിറ്റി പോർഷൻസ് മാത്രം എടുക്കുക. അപ്പോൾ ഈ തന്ന കംപ്ലീറ്റ് കേസിൽ നമ്മൾ ഇക്വിറ്റി പെർസെൻറ്റേജ് മാത്രം എടുത്തിട്ട് നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യുക? നമ്മൾ അതിൻ്റെ 14% കമ്പ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് വാട്ട്? റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഫൈൻ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ നമുക്കറിയാം ഓപ്പണിംഗ് ക്യാപിറ്റൽ ഈസ് 15 lakh. So if the opening capital is 15 lakh, its 70% will be debt and 30% will be equity. So the 30% of 50 lakh equal to 4,50,000 will be only the equity portion. So the opening equity of the first year is 4,50,000. Then an addition is happening in the first year amounting to rupees 1 lakh. Only 30%, to the extent of 30% will be the equity portion. So you are providing additional equity, that is 1 lakh into 30%, 30,000. So the closing capital is 4,80,000. Then you should compute average equity. We will always compute return on equity on average equity. So the average equity is equal to opening plus closing divided by 2, that equal to 4,65,000. And we have a rebuttable presumption that അല്ലെങ്കിൽ നമുക്കൊരു തമ്പ് റൂൾ ഉണ്ട്. The thumb rule is that return on equity will be is equal to 14% of equity. So here the average equity is 4,65,000. So the 14% of as return on equity will be 14% into 4,65,000, that is equal to 65,100. The first year equity amount will be 65,100. Moving on to second year.
first year closing amount will be, closing equity will be second year opening equity, that is equal to 4,80,000. Then there is an addition amounting to 30,000 in second year. Only 30% of 30,000 will be equity portion, that is equal to 9,000. You have taken addition 9,000. Then closing amount will be 4,89,000. You have taken average amount is opening plus closing divided by 2. Then apply 14% on the same. You will get ROE as 67,830. Third year opening amount will be second year closing amount. Then addition is 20,000. Only 30% is equal to equity, that is you have taken as 6,000. You will get closing plus opening divided by 2. Then 4,92 into 14% as return on equity, 68,880. Then fourth year opening will be third year closing, that is 4,95,000. Here as an addition 10,000. Only 30% of 10,000 will be equity, 3,000. Opening plus closing, opening plus addition, closing plus opening divided by 2, average equity into 14% is equal to return on equity, that is 69,510. So very simple. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. Only 30% of total capital will be equity capital. ഈ ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിട്ട് എടുക്കുക. ആവറേജ് ഇക്വിറ്റി കാണുക. ആവറേജ് ഇക്വിറ്റിൻ്റെ 14% ആയിരിക്കും എന്ത്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ഓഫ് ആൻ ഇലക്ട്രിസിറ്റി കമ്പനി. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഡിസ്കസ് ദ ലാസ്റ്റ് സം ഓഫ് ദിസ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ഫൈനൽ അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ആൻ ഇലക്ട്രിസിറ്റി കമ്പനി. See, earlier financial electricity company were having a separate format to prepare the ബാലൻസ് ഷീറ്റ് ആൻഡ് P&L ഓഫ് ആൻ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോർമാറ്റൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോർമാറ്റൊന്നുമില്ല. നമ്മുടെ കമ്പനീസ് ആക്ട് പ്രകാരമാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കമ്പനീസ് ആക്ടിലെ ഷെഡ്യൂൾ 3 പ്രകാരം പാർട്ട് എയിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റും പാർട്ട് ബിയിൽ P&L ഫോർമാറ്റും, ഈ ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. യു ആർ നോട്ട് ഹാവിങ് എനി സെപ്പറേറ്റ് ഫോർമാറ്റ്. So let's start the last sum of this chapter, illustration 18. The trial balance of electricity supply for the year ended 31st March 2013 is as below. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് ആണ്. So please pause the video and read the question from your material. Fine. നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സമ്മ് ഞാൻ എടുത്ത് 1 by 1 ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. ദ റീസൺ ഈസ് ദാറ്റ് ഇത് നമുക്ക് അറിയുന്ന കേസ് തന്നെയാണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനി ഇതിലെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദർ ഇസ് നത്തിങ് ന്യൂ ഹിയർ. സോ ദാറ്റ്സ് വൈ ഐ എം ജസ്റ്റ് ഡിസ്കസിങ് വാട്ട് ആർ ദ ഐറ്റംസ് ആൻഡ് വേർ ദീസ് ഐറ്റംസ് ഷുഡ് ബി പ്രസൻറ്റ് അണ്ടർ വിച്ച് ഹെഡ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ പറയുന്നു, മുൻപ് കേൾക്കാത്തവർക്കായിട്ട്, ഇലക്ട്രിസിറ്റി കമ്പനി ഈസ് നോട്ട് ഹാവിങ് എ സെപ്പറേറ്റ് ഫോർമാറ്റ് ആസ് ഇറ്റ്സ് ഓൺ ഫോർ പ്രിപ്പയറിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻസ്റ്റെഡ് it is prepared just like a company as per schedule 3 of Companies Act. Companies Act schedule 3 പ്രകാരമാണ് ഇലക്ട്രിസിറ്റി കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലാതെ ഇലക്ട്രിസിറ്റി കമ്പനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ യാതൊരു ഫോർമാറ്റും ഇല്ല. ദെൻ വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ആൻ ഇലക്ട്രിസിറ്റി കമ്പനി? വെൻ കമ്പയർഡ് ടു അതർ കമ്പനി, ഇലക്ട്രിസിറ്റി കമ്പനിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്പെഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും അത്ര കൂടുതൽ സ്പെഷ്യൽ ഒന്നുമില്ല. ട്രയൽ ബാലൻസിലെ ഐറ്റംസിന് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ മാറ്റങ്ങളും കാര്യങ്ങളും എന്തൊക്കെയെന്നില്ലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വിൽ സി ഇൻ ദിസ് പ്രോബ്ലം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഞാൻ ചെയ്യുന്നില്ല. അത് ഡിസ്കസ് ഓരോ ഐറ്റവും ഏതൊക്കെ ഹെഡ്സിൽ വരും, എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടതെന്നില്ല ഞാൻ ഡിസ്കസ് ചെയ്ത് തരാം. ബേസ്ഡ് ഓൺ ദാറ്റ് യു ഹാവ് ടു ഡു ദാറ്റ് പ്രോബ്ലം ഓൺ യുവർ ഓൺ. ടെക്സ്റ്റിൽ ക്വസ്റ്റ്യൻ മാത്രം നോക്കിയിട്ട് ആൻസർ കോപ്പി ചെയ്യാതെ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നിട്ട് വൺ കേസ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. ഫൈൻ. അപ്പോൾ നമുക്കറിയാം സ്റ്റാർട്ടിങ് വിത്ത് ഷെയർ ക്യാപിറ്റൽ. നമുക്കറിയാം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലുണ്ട്. എമൗണ്ട് ഇൻ തൗസൻഡ്സിലാണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കറിയാം അണ്ടർ വിച്ച് ഹെഡാണ്, ഷെയർ ക്യാപിറ്റലിലാണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലാണ് ഷെയർ ക്യാപിറ്റൽ. പിന്നെ പാറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്കൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ് നമുക്കറിയില്ലേ, ഫിക്സ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ. പിന്നെ ഡിബെഞ്ചേഴ്സ്, ടേം ലോൺ, അതെല്ലാം ലോങ് ടേം ബോറോയിങ്സ് ആണ്. ലാൻഡ്, ബിൽഡിങ്, അപ്പോൾ അതിൽ ബ്രാക്കറ്റ് അഡീഷൻ ഡ്യൂറിങ് ദ ഇയർ. അപ്പോൾ അഡീഷൻ നടത്തത് എത്ര എമൗണ്ട് ആണ്, അഡീഷന് ശേഷം ഇത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓപ്പണിംഗ് എന്നുള്ള ഫിഗർ നമ്മൾ ഈ എമൗണ്ടിൽ നിന്ന് ഈ അഡീഷൻസ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ഫിഗർ എഴുതണം. അപ്പോൾ ഓപ്പണിങ്ങിൻ്റെ കൂടെ അഡീഷൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്ലോസിങ് കിട്ടും. അങ്ങനെ വേണം നമ്മൾ അസറ്റിൻ്റെ കേസിൽ നമ്മൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ കേട്ടോ. മൂവിങ് ഓൺ, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഓക്കെ,
പിന്നെ നമുക്കറിയാം ഒരു ഇലക്ട്രിസിറ്റി കമ്പനിക്ക് സ്പെക്യുലറായിട്ട് കുറച്ച് അസറ്റുകളൊക്കെ ഉണ്ടാവും, ഇതുപോലെ ട്രാൻസ്ഫോമർ, മെയിൻ സ്വിച്ച്, മീറ്റേഴ്സ്. അതൊക്കെ ആക്ച്വലി ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ എന്താണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഒന്നുമല്ല, കാരണം അത് അവർ വിൽക്കുന്ന സാധനങ്ങളല്ല, അത് അവരുടെ എന്താണ് ഫിക്സ് അസറ്റാണ്. അപ്പോൾ ഇതെല്ലാം ഫിക്സ് അസറ്റ് കാറ്റഗറിയിലാണ് വരിക കേട്ടോ. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓഫീസ് ഫേർണിച്ചർ എല്ലാം ഇലക്ട്രിക്കൽ നമ്മുടെ കാറ്റഗറി തന്നെ വരിക. പിന്നെ ക്യാപിറ്റൽ റിസർവ്, കണ്ടിജൻസി റിസർവ്, ജനറൽ റിസർവ് എല്ലാം റിസർവ്സ് ആണ്, റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കാറ്റഗറിയിൽ. ട്രാൻസ്ഫോമർ ഫിക്സഡ് അസറ്റ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് ഇത്, പി ആൻഡ് അക്കൗണ്ട് തന്നെ. ഇനി കറണ്ട് ഇയർ പ്രോഫിറ്റ് സബ്ജക്റ്റ് ടു അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കറണ്ട് ഇയറിലെ പ്രോഫിറ്റ് 5,000 ആണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവുന്നില്ലേ. വി ക്യാൻ സി വാട്ട് ആർ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമുക്ക് താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഏരിയയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് പി ആൻഡ് അക്കൗണ്ടിൽ ചെയ്യേണ്ടതെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം കാണാം. അപ്പോൾ ഈ പി ആൻഡ് അക്കൗണ്ട് ഈ 5,000 ആണ് നമ്മുടെ 5,000 ആണ് എന്ന് പറഞ്ഞാൽ 5 lakh ആണ് നമ്മുടെ ഈ വർഷത്തെ പ്രോഫിറ്റ്. അപ്പോൾ ഈ പ്രോഫിറ്റിൽ ഇനിയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരാനുണ്ട്, അത് താഴെ പറയുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പിന്നെ സ്റ്റോക്ക് ഇൻ ആൻഡ് ഡെപ്റ്റേഴ്സ്, ഇതൊക്കെ നമുക്കറിയാം എവിടെ കാണിക്കേണ്ടതിൽ ട്രേഡ് റെസ്യൂബിൾസിലും അതുപോലെ തന്നെ ഇൻവെൻട്രിയിലും. കണ്ടിജൻസി റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിജൻസി റിസർവിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ് ഈ 10,010. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലെ കാറ്റഗറിയിൽ നമ്മൾ കാണിക്കേണ്ടത്. ഷോർട്ട് ടൈമോ ലോങ് ടൈമോ, അത് ലോങ് ടൈമിൽ കാണിച്ചു, കാരണം ഷോർട്ട് ടൈം എന്ന് പറയാത്തതുകൊണ്ട് ലോങ് ടൈം ആയിട്ട് നമുക്ക് കാണിക്കാം. ക്യാഷ് ആൻഡ് ബാങ്ക് ഉണ്ട്. പബ്ലിക് ലാമ്പ് നമ്മൾ ഈ തെരുവ് വിളക്കുകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ ഫൈൻ. അപ്പോൾ ആ തെരുവ് വിളക്കുകളൊക്കെ പബ്ലിക് ലാംപ്സ് എല്ലാം നോമ്പായതുകൊണ്ട് മൗത്തൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. ദാറ്റ് ഈസ് വൈ പ്രൊനൗൺസിയേഷൻ ഈസ് ഗെറ്റിംഗ് വാട്ട് വി സേ റോങ്, സോറി ഫൈൻ. അപ്പോൾ പബ്ലിക് ലാമ്പുകളൊക്കെ എന്താണ് നമ്മുടെ ഫിക്സ് അസറ്റാണ്. ദെൻ ഡിപ്രീസിയേഷൻ ഫണ്ട് നമ്മൾ അക്യൂമുലേറ്റഡ് മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോട്ടൽ അസറ്റുകളൊക്കെ എഴുതിയിട്ട് അതിൽ നിന്നും ഡിപ്രീസിയേഷൻ ഫണ്ട് മൈനസ് ചെയ്ത് കാണിച്ചാൽ മതി. ദെൻ സെൻട്രൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഉണ്ട്. പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നമ്മൾ ആക്ച്വലി നമ്മുടെ പി ആൻഡ് അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്ത് കണ്ട് എന്ത് ചെയ്താൽ മതി, ഡിസ്ക്ലോസ് ചെയ്താൽ മതി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് പി ആൻഡ് അക്കൗണ്ടിൽ നിന്ന് ഓൾറെഡി മൈനസ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ഓൾറെഡി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളിത് അതർ കറണ്ട് ലയബിലിറ്റിയിൽ കാണിച്ചാൽ മതി പ്രപ്പോസ്ഡ് ഡിവിഡൻഡ്. കാരണം നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അവിടെ പ്രപ്പോസ് ചെയ്ത് ഓൾറെഡി ബാലൻസ് ഷീറ്റിൽ ട്രയൽ ബാലൻസിൽ ഐറ്റം വന്നതുകൊണ്ട് നമുക്കിത് ലയബിലിറ്റി പോലെ നമ്മളെവിടെ കാണിച്ചാൽ മതി, നമ്മളിവിടെ വാട്ട് വി സേ നമ്മുടെ അതർ കറണ്ട് ലയബിലിറ്റീസിൽ കാണിച്ചാൽ മതി. ഇനി സം അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുന്നുണ്ട്. 12-13 ഇയറിൽ നമ്മൾ 1,14% പ്രിഫറൻസ് ഷെയർ നമ്മൾ പ്രീമിയത്തിൽ റിഡീം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ആസ് എ ഡിസ്ക്ലോഷർ പാർട്ട് യു ഷുഡ് ഡു ദിസ്. നമുക്കറിയാം ഇവിടെ തന്ന പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എന്തായിരിക്കും, നമ്മുടെ റിഡംഷന് ശേഷമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള പ്രിഫറൻസ് ഷെയറിൻ്റെ കൂടെ ഈ റിഡീം ചെയ്ത പ്രിഫറൻസ് ഷെയറും കൂടെ ആഡ് ചെയ്തിട്ട് ഈ റിഡംഷൻ നമ്മൾ എന്ത് ചെയ്താൽ ലെസ് ചെയ്ത് കാണിച്ചിട്ട് ക്ലോസിംഗ് ബാലൻസ് ഈ ടി വിയിൽ തന്നെ തന്ന ബാലൻസ് കാണിക്കുന്ന രീതിയിലൊരു ഡിസ്ക്ലോഷർ ചെയ്താൽ മതി. ഇനി ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ, ഒന്നും ചെയ്യേണ്ട, ആ ടി വിയിൽ കാണിച്ച പ്രിഫറൻസ് ഷെയർ അവിടെ കാണിച്ചാൽ മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറയുന്നത് ട്രാൻസ്ഫർ കണ്ടിജൻസി റിസർവ് 1,70,000, ജനറൽ റിസർവ് 2 lakh. അത് എന്താ പറയുക, പി ആൻഡ് അക്കൗണ്ട് നമ്മുടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഉണ്ടല്ലോ 5,000, അതിൽ നിന്ന് ഒരു 170 കണ്ടിജൻസി റിസർവ്ക്കും ജനറൽ റിസർവ്ക്ക് ഒരു 200 ആഡ് ചെയ്യുക. അപ്പോൾ അത് റിസർവേഷൻ സർപ്ലസിൽ തന്നെ ഉള്ള ആളുകളാണ് ജനറൽ റിസർവും കണ്ടിജൻസി റിസർവും, അങ്ങോട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. ഇനി ലോസ് ഓൺ കണ്ടിജൻസി റിസർവ് ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടിജൻസി റിസർവിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്നില്ല നമുക്കറിയാം. കണ്ടിജൻസി റിസർവിലെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് 10,010. കണ്ടിജൻസി റിസർവിലെ എമൗണ്ട് ആണ് 12,030. അപ്പോൾ കണ്ടിജൻസി റിസർവിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ ലോസ് ഉണ്ടായി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യും, കുറയും. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 10 കുറയും. നമുക്ക് ഇത് തൗസൻഡ്സിലാണ് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ 10,000 നേരിട്ട് അവിടെ കുറക്കാൻ നിൽക്കല്ലേ, കാരണം തൗസൻഡ്സിൽ പറയുമ്പോൾ നമ്മൾ 3 0 ഒഴിവാക്കിയിട്ട് വേണം എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ. അപ്പോൾ ഇവിടെ എമൗണ്ടുകളെല്ലാം തൗസൻഡ്സിലും അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഫുൾ എമൗണ്ടിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഫുൾ എമൗണ്ടിൽ എടുക്കുമ്പോൾ നമ്മളത് അഡ്ജസ്റ്റ്മെൻറ്റ്സിലോട്ട് മാറ്റിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫൈൻ. അപ്പോൾ ലോസ് ഓൺ കണ്ടിജൻസി റിസർവ് 10 ആണ്. ആ കണ്ടിജൻസി റിസർവിൽ ലോസ് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലോസ് നമ്മൾ പി ആൻ എൽക്കല്ല നമ്മൾ ചാർജ് ചെയ്യുക, കാരണം ഇത് കണ്ടിജൻസി റിസർവുമായി ബന്ധപ്പെട്ട ലോസ് ആയതുകൊണ്ട് കണ്ടിജൻസി റിസർവിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ചാർജ് ചെയ്യുക. അപ്പോൾ ജേണൽ എൻട്രി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, കണ്ടിജൻസി റിസർവ് കുറയും. അപ്പോൾ നമ്മൾ എൻട്രി പാസ് ചെയ്യുക കണ്ടിജൻസി റിസർവ് അക്കൗണ്ട് അറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് പാസ് ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും കുറക്കുക, കണ്ടിജൻസി റിസർവ് ഒന്നും കുറക്കുക. പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വെക്കുക 10-14 1014. അപ്പോൾ 1014 പ്രൊവിഷൻ വെക്കുന്ന സമയത്ത് നമുക്കറിയാം പി ആൻ എല്ലിൽ ലെസ് ആവും, അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ലെസ് ആവും. അപ്പോൾ ഇതന്നെ ആസ് യൂഷ്വൽ നിങ്ങൾ നമ്മുടെ ആരുടെ ഐറ്റം തന്നെ പോലെ തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരുടെ പോലെ തന്നെ കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ പോലെ തന്നെ. ദെൻ വൺ മോർ തിങ്, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റീസെൻ്റായിട്ട് കമ്പനി
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാറിയത് കാരണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പണ്ട് AS10ഉം 6ഉം ഉണ്ടായിരുന്നു. AS10ൻ്റെ പേര് ഫിക്സ്ഡ് അസറ്റ്, AS6ൻ്റെ പേര് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ആ രണ്ട് സ്റ്റാൻഡേർഡ് മെർജ് ആയിട്ട് AS10 എന്ന് പറഞ്ഞിട്ട് പുതിയ സ്റ്റാൻഡേർഡ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിലെ സ്റ്റാൻഡേർഡ് വന്നിട്ടുണ്ട്. അത് ഞാൻ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ കവറേജ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കവറേജ് ഉണ്ടായിരുന്നു നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ. നമ്മൾ ആ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താണ്. അങ്ങനെ ആ സ്റ്റാൻഡേർഡ് വന്ന കാരണം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ, കമ്പനീസിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഫിക്സ്ഡ് അസറ്റിന് പകരം ഇപ്പോൾ യൂസ് ചെയ്യുന്ന വേർഡ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ എന്താ പറയുക അതിമനോഹരമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു കാര്യവും ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടില്ല. പക്ഷേ അത് മാറിയിട്ടുണ്ട്. CAൻ്റെ മെറ്റീരിയലിലും സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഫിക്സ്ഡ് അസറ്റ് നല്ല ഇപ്പോൾ കാണുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്യണം. നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ആയിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യണം. കാരണം ആൻസർ കീയിൽ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമ്മൾ എക്സാം പാസ്സാകാൻ വേണ്ടി പഠിക്കുന്നവരല്ല, വി ആർ ലേണിംഗ് ഫോർ ഫ്യൂച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അമെൻഡഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് കമ്പനീസ് എന്ന ചാപ്റ്ററിലും എവിടെ ഫിക്സ്ഡ് അസറ്റിന് പകരം, ഞാൻ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്ത ഫിക്സ്ഡ് അസറ്റിന് പകരം എവിടെ നിങ്ങൾ ഈ ഫിക്സ്ഡ് അസറ്റിന് പകരം നിങ്ങൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻ്റ് ആണ് കേട്ടോ, ആ വേർഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ റിസർവ്സും സർപ്ലസിൽ നമ്മൾ കണ്ടു. ക്യാപിറ്റൽ റിസർവ് ഉണ്ട്, കണ്ടിജൻസി റിസർവ് അഡീഷൻ വന്നു, പിന്നെ 10 ലോസ് വന്ന് നമ്മൾ ലെസ് ചെയ്തു. ജനറൽ റിസർവ് അഡീഷൻ വന്നു. പിന്നെ P&L അക്കൗണ്ടിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജനറൽ റിസർവും കണ്ടിജൻസി റിസർവ് മാറ്റുന്നതും പ്രൊവിഷൻ വെക്കുന്നതും, പിന്നെ ലോങ് ടേം ലോണും ടേം ലോൺ നമ്മളിവിടെ കാണിച്ചു. പിന്നെ ലാൻഡ് ബിൽഡിംഗ് ഓപ്പണിംഗ് വെച്ച് നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ ഡിപ്രീസിയേഷൻ ഫണ്ട് നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ലെസ് ചെയ്തു. ആസ് യൂഷ്വൽ, വേറെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. പിന്നെ ട്രേഡ് റെസീവബിൾ നമ്മൾ എന്ത് വെച്ചു? പ്രൊവിഷൻ വെച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനീസിൻ്റെ ഒരു സ്മോൾ ചാപ്റ്റർ ലെസ് ദാൻ 1 hour ക്ലാസ്സേ ഉള്ളൂ. ചോദിച്ചാലായി. അപ്പോൾ ഈ ഒരു 1 hour തീരുമ്പോഴേക്ക് തന്നെ ഈ ചാപ്റ്റർ ഇവിടുന്ന് പഠിച്ചു പോകണം. പിന്നെ ഒരു റിവിഷൻ ചെയ്യേണ്ട കാര്യം മാത്രമേ പെൻഡിങ് ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലാത്ത ഒന്നും അഡീഷണലായിട്ട് എന്ത് ചെയ്യരുത്? പിന്നത്തേക്ക് വയ്ക്കരുത്. ഫൈൻ. അപ്പോൾ ദെൻ മൂവിങ് ഓൺ. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമുക്ക് വി ക്യാൻ ഡൂ ദ വാട്ട് വി സേ നമുക്ക് വർക്ക് ബുക്ക് പ്രോബ്ലംസ് ചെയ്യാം. കാരണം ഞാൻ ഈ പ്രോബ്ലംസ് മാത്രം ഡിസ്കസ് ചെയ്ത് ഈ ചാപ്റ്റർ അങ്ങ് വിട്ടു പോകാൻ നിങ്ങൾക്ക് തോന്നാൻ പാടില്ലല്ലോ. വർക്ക് ബുക്കിൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ചോദിക്കുന്നതെന്നില്ല നമുക്ക് മനസ്സിലാക്കണമല്ലോ. അതിൽ വർക്ക് ബുക്കിലെ ഇല്ലൂസ്ട്രേഷൻ 8, ടേക്ക് യുവർ വർക്ക് ബുക്ക് ഇല്ലൂസ്ട്രേഷൻ 8 ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇക്വിറ്റിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഇവിടെ ഉണ്ട് 20 lakh. അപ്പോൾ അതിൽ 30% ഇക്വിറ്റി കാരണം, പിന്നെ കറൻറ്റ് ഇയറിൽ അഡീഷൻ വരുന്നുണ്ട് 1,20,000, അതിൽ 30% ഇക്വിറ്റി കാരണം. ടോട്ടൽ കാണുക, ആവറേജ് എടുക്കുക, ആവറേജ് ചെയ്യുമ്പോൾ 14% അപ്ലൈ ചെയ്യുക, ആവറേജ് ഇക്വിറ്റി. നമ്മൾ ചെയ്ത ഡിറ്റോ പ്രോബ്ലം ഇല്ലൂസ്ട്രേഷൻ നമ്പർ 8, കമ്പ്യൂട്ടേഷൻ ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. അപ്പോൾ ഇതാണ് വർക്ക് ബുക്കിൽ ഒരു പ്രോബ്ലം, ഇലക്ട്രിസിറ്റി കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഞാനൊന്നും പറയുന്നില്ല, എടുക്കുക, ചെയ്യുക, പറത്തുക. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ആദ്യത്തെ പ്രോബ്ലം തോന്നുന്നുണ്ട്. ഡിപ്രീസിയേഷൻ്റെ പ്രോബ്ലം ആയിരുന്നു. നമ്മൾ ഓപ്പണിങ്ങും അഡീഷനും ക്ലോസിങ്ങും കൊണ്ട് ആവറേജ് കണ്ടിട്ട് വെയിറ്റഡ് ആവറേജ് ഡിപ്രീസിയേഷൻ റേറ്റ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുന്ന അതേ ക്വസ്റ്റ്യൻ്റെ അതേ ഡിറ്റോ ക്വസ്റ്റ്യനാണ്. ഇതും ഞാനൊന്നും ചെയ്യുന്നില്ല, ചെയ്തോ. നമ്മൾ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ മാത്രമേ ഇതിലും വർക്ക് ബുക്കിലും ചോദിച്ചിട്ടുള്ളൂ. ഡു ആൻഡ് വർക്കൗട്ട്. ഇൻ കേസ് ഓഫ് വെരി ക്വറി യു ക്യാൻ ആസ്ക് മീ. എമൗണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ, ഇയറും മാറിയിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ ഫൈൻ, ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. ഈസിയാണ്, ചെയ്യുക. ഇൻ കേസ് ഓഫ് വെരി ഡൗട്ട്സ് യു ക്യാൻ കോൺടാക്ട് മീ. അപ്പോൾ ഈ വീഡിയോ വരാൻ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അതിനോ കാരണം നമുക്കറിയാം നോമ്പാണ്, ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്തൊന്നും അത്ര ഫൈനല്ല. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ല. നിങ്ങളെ ഈ മന്ത് കഴിയുമ്പോഴേക്കും നിങ്ങളെ ചാപ്റ്റർ ഞാൻ തീർത്ത് തരും. അൺലെസ് അതർവൈസ് എന്താ പറയുക, വേറെ ഇൻകൺവീനിയൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി വരാനുള്ള ഒരു ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ ഇൻഷുറൻസിൻ്റെ ഒരു വീഡിയോ വരും ഒരു ദിവസം, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ലെറ്റ് മീ ട്രൈ. പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, പിന്നെ ക്യാഷ് ഫ്ലോൻ്റെ ഒരു ചെറിയൊരു സെഷൻ, ഒരു 1-2 പ്രോബ്ലം ചെയ്യുന്ന ചെറിയൊരു സെഷൻ. ഇത്ര തന്നാൽ നമ്മൾ കമ്പനി അക്കൗണ്ട്സ് തീർന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് തീർക്കാം. ഡോണ്ട് വറി. 1 വീക്ക് അല്ലെങ്കിൽ ഒരു 10 ദിവസം അതിനുള്ളിൽ. പിന്നെ നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലെ പോർഷൻസും. ഫൈൻ, നിങ്ങളാരും ടെൻഷൻ ആവണ്ട. നിങ്ങൾ ബാക്കി സബ്ജക്റ്റൊക്കെ നോക്ക്, ഇത് ഞാൻ തീർത്ത് തരും. ഡോണ്ട് വറി. അപ്പോൾ നിങ്ങളെ റിവ്യൂസും ഫീഡ്ബാക്സും അതുപോലെ തന്നെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുക. കീപ് കോൺടാക്ട് വിത്ത് വാട്സാപ്പ്. സോ സീ യു വിത്ത് ദ നെക്സ്റ്റ് വീഡിയോ. ദാറ്റ്സ് ഓൾ നൗ.